ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ആഗോള ഡാറ്റ ഹബാകാനുള്ള ശേഷി ഇന്ത്യയ്ക്കുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ നിയമസഭയിൽ ഇന്നും പ്രതിഷേധം. കുറ്റക്കാരെ രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. വികസിത രാഷ്ട്രമാവുക എന്ന പ്രധാനമന്ത്രിയുടെ ലക്ഷ്യത്തിന് വേഗം പകരുന്നതാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന നൈപുണ്യ പരിശീലന പദ്ധതികളെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. സംസ്ഥാന വ്യവസായ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബയോ കണക്ട് കോൺക്ലേവ് 3ാം പതിപ്പിന് നാളെ കോവളത്ത് തുടക്കമാകും. തമിഴ്നാട്ടിലെയും ഗുജറാത്തിലെയും 2 കമ്പനികളുടെ മരുന്ന് വിൽപ്പന സംസ്ഥാനത്ത് നിർത്തിവച്ചതായി മന്ത്രി വീണ ജോർജ്. ICC വനിതാ ഏകദിന ലോകകപ്പിൽ ഓസ്ട്രേലിയ ഇന്ന് പാകിസ്ഥാനെ നേരിടും. മത്സരം ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് കൊളംബോയിൽ. വാർത്തകൾ വിശദമായി. ഏഷ്യയിലെ ഏറ്റവും വലിയ ടെലികോം മീഡിയ ടെക്നോളജി പരിപാടിയായ ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ 9ാം പതിപ്പ് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ടെലികോം മേഖലയിലെ രാജ്യത്തിന്റെ വിജയം ആത്മനിർഭർ ഭാരത് ദർശനത്തിന്റെ ശക്തി പ്രതിഫലിപ്പിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. ആഗോള ഡാറ്റ ഹബാകാനുള്ള ശേഷി ഇന്ത്യയ്ക്കുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യത്ത് മിക്കവാറും എല്ലാ ജില്ലകളിലും 5G ലഭ്യമാണെന്നും അദ്ദേഹം അറിയിച്ചു. इंडिया मोबाइल कांग्रेस और टेलीकॉम सेक्टर में भारत की सफलता आत्मनिर्भर भारत के विजन की। मैंने जब मेक इन इंडिया की बात कही थी, टेक्नोलॉजिकली एडवांस चीजें कैसे बनाए, क्योंकि उनके दौर में नई टेक्नोलॉजी को भारत तक आने में जो देश कभी 2G को लेकर स्ट्रगल करता था, आज उसी देश के लगभग हर जिले में 5G पहुंच चुका है. ഇന്ന് വ്യോമസേനാ ദിനം. ദിനത്തിൽ സേനാംഗങ്ങൾക്കും കുടുംബങ്ങൾക്കും ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൈന്യത്തിന്റെ പ്രതിബദ്ധത, പ്രൊഫഷണലിസം, അജേയമായ ധൈര്യം എന്നിവ പ്രശംസനീയമാണെന്നും ഇത് എല്ലാ ഇന്ത്യക്കാർക്കും അഭിമാനമാണെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ തുടർച്ചയായ 3ാം ദിവസവും നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി നിയമസഭയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. ശബരിമല സ്വർണ്ണപ്പാളി വിവാദം ചോദ്യോത്തരവേള മുതൽ ഉയർത്തി പ്രതിപക്ഷ പ്രതിഷേധം ആരംഭിച്ചെങ്കിലും കഴിഞ്ഞ 2 ദിവസങ്ങളിതിൽ നിന്ന് വ്യത്യസ്തമായി ചോദ്യോത്തരവേള തുടരുന്ന സമീപനമായിരുന്നു ഇന്ന് സഭയിൽ കാണാനായത്. ദേവസ്വം മന്ത്രി പുറത്താക്കുന്നതുവരെ തങ്ങൾ നടപടികളുമായി നിസ്സഹകരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദ്യോത്തരവേള ആരംഭിക്കുമ്പോൾ തന്നെ പ്രഖ്യാപിച്ചു. എന്നാൽ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ ശരിയായ രീതിയിൽ നോട്ടീസ് നൽകണമെന്നായിരുന്നു മന്ത്രി MB രാജേഷിന്റെ മറുപടി. ഇതിനിടയിൽ പ്രതിപക്ഷാംഗങ്ങൾ ബാനറും പ്ലക്കാർഡുകളും ഉയർത്തി സ്പീക്കറുടെ ഡയസിന് മുന്നിൽ മുദ്രാവാക്യം വിളികളും ആരംഭിച്ചു. ഇതിനിടയിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിലുള്ള വാക്കേറ്റം രൂക്ഷമാവുകയും ഭരണപക്ഷം മുന്നിലേക്ക് എത്തുകയും ചെയ്തതോടെ ചോദ്യോത്തരവേള തുടർന്ന ശേഷം സ്പീക്കർ തൽക്കാലത്തേക്ക് സഭ നിർത്തിവെച്ചു. തുടർന്ന് സഭ ചേർന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് ബഹിഷ്കരണം പ്രഖ്യാപിക്കുകയും പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളോടെ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയുമായിരുന്നു. ശബരിമല പ്രശ്നത്തിൽ ഗൌരവമായ പരിശോധനയും അന്വേഷണവും വേണമെന്നതാണ് സർക്കാർ നിലപാടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കി. ഇവിടെ ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് ലോ ആൻഡ് ഓർഡർ DGPയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്പെഷ്യൽ ടീമാണ് അന്വേഷണം നടത്താൻ തയ്യാറായിട്ടുള്ളത്. ആ അന്വേഷണം കുറ്റമറ്റ രീതിയിൽ നടക്കും. ഏതെങ്കിലും കുറ്റവാളി ഉണ്ടെങ്കിൽ ആ ഒരു കുറ്റവാളിയും രക്ഷപ്പെടാൻ പോകുന്നില്ല. അതാണ് ആ അന്വേഷണത്തിന്റെ യഥാർത്ഥ സ്ഥിതി എന്ന് നാം കാണണം. സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിച്ചു. ശബരിമല ഭക്തന്മാരെ മുഴുവൻ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് ഞങ്ങൾ സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും അതിശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഞങ്ങളുടെ ആവശ്യം മന്ത്രി വാസവൻ രാജിവെക്കണം, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവരെ പുറത്താക്കണം. അവരോട് രാജിവെക്കാൻ CPM ആവശ്യപ്പെടണം. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് BJP പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. നാളെ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലേക്കും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. കൊച്ചി മെട്രോയുടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുതൽ കാക്കനാട് ഇൻഫോ പാർക്ക് വഴി സ്മാർട്ട് സിറ്റി വരെ 11.2 കിലോമീറ്റർ ദൈർഘ്യമുള്ള 2ാം ഘട്ട നിർമ്മാണം പുരോഗമിച്ചു വരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മറ്റ് സ്ഥലങ്ങളിലേക്ക് മെട്രോ ദീർഘിപ്പിക്കുന്ന കാര്യം ഇപ്പോൾ പരിഗണനയിലില്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ റെയിൽ പദ്ധതിയുടെ നിർവഹണത്തിനായി കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളതെന്നും PV ശ്രീനിജന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞു.
സംസ്ഥാനത്തെ റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിനായി സംസ്ഥാന സർക്കാർ ഇടപെടൽ നടത്തുന്നതായി മന്ത്രി PA മുഹമ്മദ് റിയാസ് നിയമസഭയിൽ അറിയിച്ചു. 70 റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിനായി 2403.42 കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. കണ്ണൂർ വേങ്ങര റെയിൽവേ ഓവർബ്രിഡ്ജിന് കിഫ്ബി വഴി 20,84 ലക്ഷം രൂപയും തിരൂർ ROB പൂർത്തീകരണത്തിന് ബ്രിഡ്ജസ് വിഭാഗത്തിന് 3,95 ലക്ഷം രൂപയും പൊന്മുണ്ടം ബൈപ്പാസ് ROB പൂർത്തീകരണത്തിന് 33 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് സാർ. നിലമ്പൂർ യാർഡ് ഗേറ്റിലെ റെയിൽവേ അണ്ടർപാസ് പ്രവൃത്തി പൂർത്തീകരിച്ചു കഴിഞ്ഞു. കോഴിക്കോട് വെള്ളയിൽ റെയിൽവേ അണ്ടർപാസിന്റെ പ്രവൃത്തി ടെൻഡറിംഗ് സ്റ്റേജിലാണ്. പഴയങ്ങാടി അണ്ടർപാസ് പ്രവൃത്തിക്ക് 7 കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ഈ സഭയെ അറിയിക്കുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. PM വികാസ് യോജനയ്ക്ക് കീഴിൽ പാലക്കാട് IITക്ക് അനുവദിച്ച പദ്ധതികളുടെ ധാരണാപത്രം ഒപ്പുവച്ചു. ന്യൂനപക്ഷ മന്ത്രാലയവും IIT പാലക്കാടും തമ്മിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മുഖ്യാതിഥിയായി. 2047 ഭാരതത്തെ വികസിത രാജ്യമാക്കുക എന്ന പ്രധാനമന്ത്രിയുടെ ലക്ഷ്യത്തിന് വേഗം പകരുന്നതാണ് രാജ്യത്ത് നടപ്പാക്കുന്ന നൈപുണ്യ പരിശീലന പരിപാടികളെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ 3 സാങ്കേതിക സ്ഥാപനങ്ങളിലായി 1500-ലധികം വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ലൈഫ് സയൻസ് മേഖലയിൽ കൂടുതൽ നിക്ഷേപവും തൊഴിലവസരവും ഉറപ്പാക്കാനായി വ്യവസായ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബയോ കണക്ട് കോൺക്ലേവ് 3ാം പതിപ്പിന് നാളെ തുടക്കമാകും. 200 കോടിയോളം രൂപയുടെ നിക്ഷേപമാണ് കോൺക്ലേവിൽ പ്രതീക്ഷിക്കുന്നത്. 60 കമ്പനികളുടെ പ്രതിനിധികൾ ഇന്ന് ലൈഫ് സയൻസ് പാർക്ക് സന്ദർശിക്കും. തുടർന്ന് വ്യവസായ മന്ത്രി P. രാജീവുമായി കൂടിക്കാഴ്ച നടത്തും. നാളെ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന രൂപീകരണത്തിന്റെ 75ാം വാർഷികമായ 2031 കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച സമഗ്രമായ കാഴ്ചപ്പാട് രൂപീകരിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിഷൻ 2031 എന്ന പേരിൽ സെമിനാർ സംഘടിപ്പിക്കും. 13-ന് രാവിലെ 10-ന് ടാഗോർ തിയേറ്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി V. ശിവൻകുട്ടി അധ്യക്ഷനാകും. മരുന്നുകളുടെ ഗുണനിലവാരത്തിൽ കർശന നടപടിയുമായി സംസ്ഥാന ആരോഗ്യവകുപ്പ് 2 കമ്പനികളുടെ മരുന്ന് വിൽപ്പന നിർത്തിവയ്പ്പിച്ചതായി മന്ത്രി വീണ ജോർജ് പറഞ്ഞു. തമിഴ്നാട്ടിലെയും ഗുജറാത്തിലെയും 2 കമ്പനികളുടെ മരുന്ന് വിൽപ്പനയാണ് നിർത്തിവയ്പ്പിച്ചത്. തിരുവനന്തപുരം മ്യൂസിയം മൃഗശാലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വന്യജീവി വാരാഘോഷത്തിന്റെ സമാപന സമ്മേളനം മന്ത്രി J. ചിഞ്ചുറാണി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 2-ന് ആരംഭിച്ച വാരാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടക്കും. ICC വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഓസ്ട്രേലിയ പാകിസ്ഥാനെ നേരിടും. ഉച്ചയ്ക്ക് 3-ന് കൊളംബോയിലാണ് മത്സരം. ഇന്നലെ ഗുവാഹത്തിയിൽ നടന്ന മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ ഇംഗ്ലണ്ട് 4 വിക്കറ്റിന് വിജയിച്ചിരുന്നു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ വിദ്യാഭ്യാസ പരിപാടി അവതരിപ്പിക്കുന്നതിനായി അധ്യാപകരെ ക്ഷണിക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ താമസക്കാരായ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലങ്ങളിൽ പഠിപ്പിക്കുന്നതോ വിരമിച്ചതോ ആയ അധ്യാപകർക്കാണ് അവസരം. മമ്മൂട്ടി, ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ് തുടങ്ങിയവരുടെ വീടുകളിലടക്കം 17 ഇടങ്ങളിൽ ED റെയ്ഡ്. താരങ്ങൾ ഫെമ ചട്ടം ലംഘിച്ചതായാണ് സൂചന. പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ, അമിത് ചക്കാലക്കൽ എന്നിവരുടെ എറണാകുളം, തൃശൂർ, കോഴിക്കോട്, മലപ്പുറം, കോട്ടയം, കോയമ്പത്തൂർ എന്നിവിടങ്ങളിലെ വസതികളിലും സ്ഥാപനങ്ങളും ഉൾപ്പെടെ 17 സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 200 പോയിന്റ് നഷ്ടത്തിൽ 81,727-ലും നിഫ്റ്റി 96 പോയിന്റ് നഷ്ടത്തിൽ 25,011-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കൂടി. പവന് 840 രൂപ കൂടി 90,320 രൂപയും ഗ്രാമിന് 105 രൂപ കൂടി 11,290 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് ഇന്നു മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്തുനിന്നും നാളെ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള ഡാറ്റ ഹബാകാനുള്ള ശേഷി ഇന്ത്യയ്ക്കുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ നിയമസഭയിൽ ഇന്നും പ്രതിഷേധം. കുറ്റക്കാരെ രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. വികസിത രാഷ്ട്രമാവുക എന്ന പ്രധാനമന്ത്രിയുടെ ലക്ഷ്യത്തിന് വേഗം പകരുന്നതാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന നൈപുണ്യ പരിശീലന പദ്ധതികളെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. സംസ്ഥാന വ്യവസായ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബയോ കണക്ട് കോൺക്ലേവ് 3ാം പതിപ്പിന് നാളെ കോവളത്ത് തുടക്കമാകും. തമിഴ്നാട്ടിലെയും ഗുജറാത്തിലെയും 2 കമ്പനികളുടെ മരുന്ന് വിൽപ്പന സംസ്ഥാനത്ത് നിർത്തിവച്ചതായി മന്ത്രി വീണ ജോർജ്.
ICC വനിതാ ഏകദിന ലോകകപ്പിൽ ഓസ്ട്രേലിയ ഇന്ന് പാകിസ്ഥാനെ നേരിടും. മത്സരം ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് കൊളംബോയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.